ഇടയ്ക്ക് എനിക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു യമുനാസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഞാൻ പ്രോഡക്റ്റ് റിവ്യൂസും സ്കിൻ കെയറും ഒക്കെയാണ് ലോങ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് തകർന്ന് വിഷമിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഈ വിഷമം ഉണ്ടായത്. ഇപ്പോൾ കുഞ്ഞിന് 3 വയസ്സായി. അപ്പോൾ അന്നത്തെ കാര്യം ഞാൻ പറയാം. അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സാധാരണ പോലെ തന്നെ ഡെയിലി ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കും. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ കഴിച്ചു. കുഞ്ഞിനെ എനിക്ക് കഴിക്കുന്നതിനങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുകയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ഉച്ചയായതിനു ശേഷമാണ് എനിക്ക് വല്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്തിട്ടും ആ വിഷമം മാറുന്നില്ലായിരുന്നു. ഞാൻ പാട്ട് സാധാരണ പണ്ടൊക്കെ ചെറിയ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ കോളേജ് ടൈമിൽ സ്കൂൾ ടൈമിലൊക്കെ വരുമ്പോൾ ഞാൻ പാട്ടൊക്കെ ഇട്ട് അത് മാറ്റാൻ ശ്രമിക്കുമായിരുന്നു. അന്നൊക്കെ അങ്ങനെ മാറുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എന്ത് ചെയ്തിട്ടും ആ വിഷമം മാറുന്നില്ല. ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ കുഞ്ഞുണ്ട്. കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ ഒക്കെ സന്തോഷിക്കാൻ പറ്റും. പക്ഷെ അതും എനിക്ക് പറ്റിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്ക് ആകെ ഒരു നല്ലൊരു ക്ലോസ് ഫ്രണ്ടേ ഉള്ളൂ. ബാക്കിയുള്ള ഫ്രണ്ട്സൊന്നും അങ്ങനെ ആരുമായിട്ട് വലിയ ടച്ചില്ല. എനിക്കൊരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ആ കുട്ടിയെ ഞാൻ വിളിക്കാൻ നോക്കി, കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ ആ കുട്ടിയെ എനിക്ക് കിട്ടിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരുപാട് വിഷമമുള്ള പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. എനിക്ക് അത് തന്നെ കേൾക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരാഗ്രഹം. അത് തന്നെ കേൾക്കണം. സന്തോഷമുള്ള പാട്ടും കോമഡിയും അങ്ങനെയൊന്നും കാണാൻ എനിക്ക് തോന്നിയില്ല. ഒരാവശ്യവും ഇല്ലാതെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. വെറുതെ ഒരാവശ്യമില്ലാതെ ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. വെറുതെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇമോഷണൽ സോങ്സ് ഒക്കെ കേൾക്കുക, പിന്നെ ഒന്നുകൂടെ കരയുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അവസാനം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവസാനം ഞാൻ പിന്നെ വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലായിരുന്നു. ഞാൻ കുഞ്ഞ് മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അതിനുശേഷം ഞാൻ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ സാധാരണ സംസാരിക്കുന്ന പോലല്ല സംസാരിച്ചത്. ഹസ്ബൻഡ് എപ്പോഴും എന്തെങ്കിലും നിനക്ക് മേടിച്ചോണ്ട് വരണമെന്ന് ചോദിച്ചപ്പോൾ സാധാരണ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ചോണ്ട് വരും, എന്തെങ്കിലും എനിക്കിഷ്ടമുള്ള സാധനം. പക്ഷെ അന്ന് എനിക്ക് ഒന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പതിവില്ലാതെ എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കൂടുതലൊന്നും സംസാരിച്ചില്ല. സാധാരണ നല്ല ആക്റ്റീവായിട്ട് ഞാൻ സംസാരിക്കുന്ന ആളാണ് ഞാൻ. ഇതുപോലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ അന്ന് എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആക്ച്വലി എനിക്കന്ന് ഡിപ്രഷനായിരുന്നു. എനിക്കത് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡെലിവറിക്ക് ശേഷം പെണ്ണുങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷം ഡിപ്രഷൻ വരുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും വന്നിട്ടില്ല. എനിക്ക് ഇതുവരെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കുഞ്ഞുണ്ടായതിനു ശേഷം അങ്ങനെ ഡിപ്രഷൻ അങ്ങനെയൊന്നും ഒരു വിഷമവും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ, അച്ഛൻ, ബ്രദറിൻ്റെ വൈഫ്, പിന്നെ അവരുടെ കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു. ഡെലിവറി എല്ലാവരും എന്നെ ഹാപ്പി ആക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് ഡെലിവറിക്ക് ശേഷം. പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ചത് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയൊരു വിഷമമായിരുന്നു. അതായിരുന്നു ഡിപ്രഷൻ. അതായിരുന്നു ശരിക്കുള്ള ഡിപ്രഷൻ എൻ്റെ ലൈഫിലൊക്കെ ഉണ്ടായത്. സാധാരണ പണ്ട് മുതലേ എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ എൻ്റെ അമ്മയോടാണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്നവരെ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഞാൻ കോളേജിലൊക്കെ ഡേ സ്കോളറായിരുന്നു. റെഗുലർലി വീട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു റെഗുലർലി. പക്ഷേ ഞാൻ അതിനുശേഷം പിന്നെ MCOM അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയത് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് MCOMന് ശേഷം. അപ്പോൾ അന്ന് ഞാൻ ഹോസ്റ്റലൊക്കെ നിന്നപ്പോൾ അന്നും എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ സില്ലി പ്രോബ്ലംസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. സില്ലി വിഷമങ്ങൾ. അതൊക്കെ ഞാൻ എൻ്റെ അമ്മയോടെല്ലാം വിളിച്ച് എൻ്റെ മമ്മിയോടായിരുന്നു ഷെയർ ചെയ്യുന്നത്. വേറെ ആരോടും ഞാൻ എൻ്റെ വീട്ടിൽ അത്ര അറ്റാച്ച്ഡ് അല്ല. എൻ്റെ മമ്മിയോട് തന്നെയാണ് അതെല്ലാം ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ അത് ശരിക്കും അങ്ങനല്ല. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കി ഡിപ്രഷൻ്റെ മീനിങ് എന്താണെന്ന്.
ഞാൻ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുക. ഞാനപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരുന്ന് വിഷമിക്കുക. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ സാധാരണ നല്ല ഹാപ്പി ആയിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആളാണ്. പക്ഷെ അന്ന് ഞാനിങ്ങനെ ഭയങ്കര മൂഡി ഗ്ലൂമി ഒക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എൻ്റെ ചെയറിലും ഞാൻ ടേബിളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമായിരുന്നു ഒരു സ്ഥലത്തോട് നോക്കി. എൻ്റെ കുഞ്ഞിനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്നില്ലായിരുന്നു. അത്രയ്ക്ക് എനിക്ക് എന്തോ മാനസികമായ തകർന്നു പോകും. നമുക്ക് അസുഖം വന്നാൽ പോലും ഇത്ര ഒരു തളർച്ച വരില്ല. മാനസികമായ തകർച്ചയാണ് ഏറ്റവും വലിയ തകർച്ച നമുക്ക്. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ തകർച്ച ഒരു മനുഷ്യനുണ്ടാകുന്നത്. അപ്പം എന്നിട്ട് ഞാനൊന്ന് ഇങ്ങനെ വിഷമിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ച് കുറെ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ ഞാൻ എന്ന് പറഞ്ഞു മൂളുന്നേ ഉള്ളൂ ജസ്റ്റ്. അപ്പം എന്നിട്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിങ്ങനെ ഈ കുഞ്ഞിൻ്റെ ചെയറിൽ, ഹൈ ചെയർ അറിയാമായിരിക്കില്ല, ഡെസ്കൊക്കെയുള്ള, അതിൽ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കുക, തകർന്നിരിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചിട്ട് ഞാൻ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് കുഞ്ഞിനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഞാൻ കളിപ്പിക്കാനൊക്കെ, കുഞ്ഞിനെ വെച്ചിട്ട് ഹസ്ബൻഡ് കുഞ്ഞിനെ കൊണ്ട് എന്നെ കളിപ്പിക്കാൻ അങ്ങനെയൊക്കെ നോക്കി, എന്നെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. എന്നിട്ടും എനിക്ക് ഒരംശം പോലും ചിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവസാനം പിന്നെ ഹസ്ബൻഡ് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കുളിച്ച് വന്നതിന് ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ടും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ വിഷമമുള്ള പാട്ടുകൾ കേട്ടോണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, ഞാനൊരു ആവശ്യമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട്. അങ്ങനൊക്കെ ആ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. വേറൊന്നും കൂടുതൽ ഞാൻ സംസാരിച്ചില്ല. സാധാരണ കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറഞ്ഞായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് രാത്രിയായപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പൊട്ടിക്കരഞ്ഞു വെച്ചാൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഇത്രയും പൊട്ടിക്കരഞ്ഞ് എന്തെങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എനിക്ക് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട് പിണങ്ങിപ്പോയാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അതൊക്കെ പിന്നെ അത് മാറുമായിരുന്നു. പക്ഷെ ഇതങ്ങനല്ല. ഇത് നമ്മൾ തകർന്നു പോകുന്ന പോലത്തെ, മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്ന പോലത്തെ ഒരു വിഷമമായിരുന്നു. ഞാൻ ഇപ്പോൾ കുറേ കരഞ്ഞപ്പോഴത്തേക്ക് മാറി. പിന്നെ എനിക്ക് കുഞ്ഞിനോട് ഞാൻ ദേഷ്യപ്പെട്ടു. കുഞ്ഞിനോട് ഇതുവരെ ദേഷ്യപ്പെടാത്ത പോലെ, അത് അത്രയും നാൾ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടില്ല. പക്ഷെ അന്ന് ഞാൻ കുറച്ച് കൂടുതൽ ദേഷ്യപ്പെട്ടു. കുഞ്ഞ് ഉറങ്ങാത്തതുകൊണ്ട് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഞാൻ പറഞ്ഞവരോട് ദേഷ്യപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി ഞാൻ പൊട്ടിക്കരഞ്ഞു. ഇങ്ങനൊരു ഡിപ്രഷൻ വരുന്ന ഈ സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ആരും നമ്മുടെ ഈ വിഷമം കേൾക്കാനുണ്ടാവില്ല. എല്ലാവരും വിചാരിക്കും ഇതെന്തുവാ, ആർക്കും ഡിപ്രഷനെ കുറിച്ച് അറിയത്തില്ല. മിക്കവർക്കും എനിക്ക് തോന്നുന്നു ഇത് അനുഭവിച്ച് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു തരം ഡിപ്രഷൻ ഇങ്ങനെ വരും. അത് എന്താ വെച്ചാൽ മിക്കപ്പോഴും എല്ലാവർക്കും ഡെലിവറിക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. എനിക്കും ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ 1.5 വയസ്സായതിനു ശേഷം എനിക്ക് സംഭവിച്ചത്. അങ്ങനെ വന്നെന്ന് ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ എനിക്ക് അങ്ങനെ വന്നത്. ഒരാവശ്യമില്ലാതെ കരയുക. അന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കി ഡിപ്രഷൻ എന്താണെന്ന്. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.